വിജയൻ സേന സഖാക്കള് കൃമികീടങ്ങള് വല്ലാത്ത കരച്ചിലാണ് സഹോദരങ്ങളെ, വല്ലാത്ത കരച്ചിലാണ്. ആ നിലവിളികൾ ഇപ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. എന്താണ് കാര്യമെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് അല്ലേ? കാര്യം മറ്റൊന്നുമല്ല, ഇവരുടെ വലിയ ഒരു ബുദ്ധിജീവി ഉണ്ടല്ലോ, ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും നമ്പർ 1 ക്വാളിറ്റിയുള്ള ഒരു വ്യക്തിയുണ്ടല്ലോ. ഏത് തെരഞ്ഞെടുപ്പിലും എവിടെയും നിന്നാൽ മത്സരിക്കുമെന്ന് സഖാക്കൾ തന്നെ, മത്സരിച്ചാൽ വിജയിക്കുമെന്ന് സഖാക്കൾ തന്നെ അവകാശപ്പെടുന്ന ഇവരുടെ ആചാര്യനുണ്ടല്ലോ, സൈബർ ആചാര്യൻ എം സ്വരാജ്. ആ സ്വരാജിനെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നു എന്ന് പറഞ്ഞിട്ടാ കരയുന്നത്. ഇത് പറയുമ്പോഴും ആ കരച്ചിൽ എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. അന്തംകമ്മി കൃമികീടങ്ങളുടെ കരച്ചിൽ എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാ. ആരാ കരയുന്നത്? അന്തംകമ്മി കൃമികീടങ്ങൾ. ഷാഫി പറമ്പിലിനെതിരെ കാഫിർ സ്ക്രീൻഷോട്ട് ഇറക്കുമ്പോൾ ഒരു കുഴപ്പവും ഈ കൃമികീടങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഫാത്തിമ ദഹ്ലിയക്കെതിരെ വർഗീയ പ്രചരണങ്ങൾ അയച്ചു വിടുമ്പോൾ ഈ കൃമികീടങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. കൂട്ടത്തിൽ ഒരുത്തന് സംഭവിക്കുമ്പോൾ വല്ലാത്ത കരച്ചില. കരച്ചിലെന്ന് പറഞ്ഞാൽ തേങ്ങി 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 കരയുകയാണ്. ചെറിയ കുട്ടികൾ കണ്ടില്ലേ, ഒരടിയൊക്കെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഏങ്ങലടിച്ച് കരയും. അത് കണ്ടില്ലേ നിങ്ങൾ? അതുപോലെ അന്തംകമ്മി കൃമികീടങ്ങളുടെ കരച്ചിൽ എനിക്ക് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്. ഞങ്ങളുടെ ആചാര്യനെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നു. മൗദൂദി ചാനല്, ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹാദികൾ ഒക്കെ ചേർന്നുകൊണ്ട് വലിയ അറ്റാക്ക് ഞങ്ങളുടെ ആചാര്യത്തിനെതിരെ നടത്തുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, കേരളത്തിൽ വ്യാജങ്ങളുടെ, പച്ച നുണകളുടെ, കളവിൻ്റെ, അസത്യത്തിൻ്റെ, തെമ്മാടിത്തരത്തിൻ്റെ, ചാപ്പകുത്തലിൻ്റെ, വർഗീയതയുടെ ഒക്കെ പര്യായമായിട്ടുള്ള ഈ അന്തംകമ്മി ക്രിമിനലുകളാണ്. ആലോചിക്കണ്ടേ? കൊടുത്താൽ കൊല്ലത്തും തിരിച്ചു കിട്ടുമെന്നുള്ളത് ആലോചിക്കണ്ടേ? ഇപ്പം എന്താ പ്രശ്നം? RSS നേതാവ് പ്രതീഷ് വിശ്വനാഥ് വന്ന് കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ അത് സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയായിരുന്നു എന്ന് സ്വരാജ് പറഞ്ഞു എന്നുള്ളതാണ് വാർത്ത. അപ്പം ഇതാണ് അന്തംകമ്മി അടിമകൾക്ക് കരച്ചിലടക്കാൻ പറ്റുന്നില്ല. കാവിർ വടകരയിൽ KK ശൈലജ 8 നിലയിൽ പരാജയപ്പെട്ട തെരഞ്ഞെടുപ്പില്ലേ, ആ തെരഞ്ഞെടുപ്പിൽ വടകരയിലെ ആയുധം എന്തായിരുന്നു സഖാക്കളുടേത്? കാഫിർ സ്ക്രീൻഷോട്ടായിരുന്നു അല്ലേ? എന്നിട്ട് അതിനെ ഷാഫി പറമ്പിലിൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ശ്രമമായിരുന്നു. അവിടെയും തീർന്നോ? ഇല്ല. ശൈലജയ ഷാഫി പറമ്പിലിനോട് തോറ്റ് തുന്നം പാറി. നിക്കറിൽ മുള്ള് മാത്രമല്ല, രണ്ടും സാധിച്ചപ്പോൾ പിന്നീട് അങ്ങോട്ട് ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമമായിരുന്നു. സംഘാവ് സ്വരാജ്, ആ സംഘാവ് സ്വരാജിനെതിരെ ഇപ്പോൾ നടക്കുമ്പോൾ കരച്ചില. ഞങ്ങളുടെ നേതാവ്, ഞങ്ങളുടെ ആചാര്യൻ, ഞങ്ങളുടെ ബുദ്ധിജീവി, ഞങ്ങളുടെ പൂമരം പൂക്കുന്നില്ല. കുറച്ച് ചാണകം ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ വാഴക്കും ചീരക്കും അതുപോലെ നമ്മളെ കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ ചാണകം ഇട്ട് കൊടുക്കൂലേ, അതുപോലെ ചാണകം ഇട്ട് കൊടുത്താൽ മതി, നന്നായിട്ട് പൂത്തോളൂ. ആ ആചാര്യനെതിരെ സൈബർ അറ്റാക്ക് നടക്കുന്നു എന്നുള്ളതാണ് സംഘാക്കളുടെ പ്രശ്നം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഈ പേരാമ്പ്ര ഉൾപ്പെടുന്ന വടകര ലോക്സഭാ മണ്ഡലത്തിൽ KK ശൈലജ തൂറി ബെരകി, തൂറാത്തവൻ തൂറിയപ്പോൾ തീട്ടം കൊണ്ട് ആറാട്ട് എന്ന് പറഞ്ഞ പോലെ തൂറി ബെരകിയിട്ട് പാടുപെട്ടപ്പോൾ ഇറക്കിയത് എന്തായിരുന്നു? ഷാഫിയെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും ഷാഫിയെ നേരിടാൻ വേറെ ആയുധങ്ങളില്ലാതെ വന്നപ്പോൾ ഏറ്റവും ഒടുവിൽ ഇവരുടെ കുരക്കുന്ന പട്ടിയുണ്ടല്ലോ, ഈ സൈബർ ക്രിമിനലുകളുടെ, അന്തംകമ്മി അടിമകളുടെ കുരക്കും പട്ടിയുണ്ടല്ലോ, ഇവരുടെ വാലാട്ടിപ്പട്ടിയായിട്ടുള്ള കാട്ടുകള്ളൻ വീരപ്പൻ, ആ വീരപ്പൻ വരെ ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടത്തുകയായിരുന്നു അല്ലേ? ഇപ്പോൾ എന്താ? കൊടുത്തതൊക്കെ ഓരോന്നോരോന്നായി തിരിച്ചു കിട്ടുക. അതിപ്പോൾ സ്വരാജിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, വയനാട്ടിലെ ടൗൺഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എന്ത് കാര്യത്തിലാണെങ്കിലും ശരി, കൊടുത്തതൊക്കെ ഓരോന്നോരോന്നായിട്ട് തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സഖാക്കൾക്ക്.
അപ്പം അതാണ് വല്ലാത്ത കരച്ചിൽ. ഇനി 2026 എന്തായിരുന്നു? 2026 ഫാത്തിമ ദഹ്ലിയ ഇവരെ നേരിടുന്നത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, ഒരു മുസ്ലിമായ വ്യക്തിയാണ് ഇവർക്കെതിരെ പോരാട്ടവുമായിട്ട് ഇറങ്ങുന്നതെങ്കിൽ, ഇവർക്കെതിരെ മത്സരിക്കുന്നതെങ്കിൽ ഉടനടി വേറെ ആയുധങ്ങളില്ല. പിന്നെ എന്താണ്? അത് ഷാഫി പറമ്പിലാണെങ്കിലും ഫാത്തിമ ദഹ്ലിയ ആണെങ്കിലും ഒക്കെ പിന്നെ എന്താണ് ആയുധം? വർഗീയവാദിയാക്കുക, വർഗീയ ചാപ്പ കുത്തുക. 2024 ഷാഫി പറമ്പിലിനെതിരെ, അത് കഴിഞ്ഞ് 2026 ഫാത്തിമ ദഹ്ലിയക്കെതിരെ. രണ്ടും ഒരേ സ്ഥലം, ഒന്ന് അസംബ്ലി മണ്ഡലമാണ്, ഒന്ന് പാർലമെൻറ്റ് മണ്ഡലമാണ് എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. രണ്ടും ഒരേ ഇടങ്ങളിൽ. ഫാത്തിമ ദഹ്ലിയക്കെതിരെ ഒന്നുകൂടി കടന്ന കൈയായിരുന്നു. ഫാത്തിമ ദഹ്ലിയക്കെതിരെ പരസ്യമായ അനൗൺസ്മെൻ്റ് ഒരു ഭാഗത്തൂടെ, മറുഭാഗത്ത് ഹൈന്ദവ വീടുകൾ കയറി ഇറങ്ങിയിട്ട് മുസ്ലിം സ്ഥാനാർത്ഥിയാണ്, വിജയിച്ചാൽ ഹൈന്ദവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലുള്ള പ്രചരണങ്ങൾ അയച്ചു വിട്ടതായിരുന്നു അല്ലേ? എന്താ കാര്യം? വടകരയിൽ മത്സരിച്ചത് ഇവരുടെ ആഗോള വ്യക്തിത്വം KK ശൈലജ. രാഹുൽ ഗാന്ധി വന്ന് മത്സരിച്ചാലും തോൽപ്പിക്കാൻ കഴിയില്ല എന്നായിരുന്നു മരുമോൻ റിയാസിൻ്റെ വെല്ലുവിളി. മനസ്സിലായില്ലേ? ആ മരുമോൻ റിയാസിന് വെല്ലുവിളിച്ചിട്ടൊക്കെ ഇറങ്ങിപ്പോയതാ. രാഹുൽ ഗാന്ധി വേണ്ടി വന്നില്ല. രാഹുലിൻ്റെ അനുയായി അന്ന് ഷാഫി ആരായിരുന്നു? പാലക്കാട്ടെ MLA. ആ പാലക്കാട്ടെ MLA തന്നെ ധാരാളമായിരുന്നു ശൈലജയെ 8 നിലയിൽ ചുരുട്ടി കൂട്ടാൻ. എന്നാൽ പേരാമ്പ്രയിലേക്ക് എത്തുമ്പോൾ എന്താ പ്രശ്നം? പേരാമ്പ്രയിലേക്ക് എത്തുമ്പോൾ അവിടെ മത്സരിക്കുന്നത് ഇവരുടെ LDFൻ്റെ കൺവീനർ. 140 മണ്ഡലങ്ങളിൽ ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ LDFൻ്റെ കൺവീനർ പേരാമ്പ്ര വിട്ടിട്ട് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോകാൻ പറ്റാത്ത അവസ്ഥ. ഫാത്തിമ ദഹ്ലിയ വന്നതോടുകൂടി പേരാമ്പ്ര സ്റ്റാൻഡിൽ കുറ്റിയടിച്ച് കെട്ടിയിട്ട അവസ്ഥയായി. ആരത്? TP രാമകൃഷ്ണൻ്റെത്. എന്ന് പറഞ്ഞാൽ സഖാക്കളെ സംബന്ധിച്ചിടത്തോളം, കൃമികീടങ്ങളെ സംബന്ധിച്ചിടത്തോളം ശൈലജയും രാമകൃഷ്ണനുമൊക്കെ ആരാ ഇവരുടെ. അപ്പോൾ അവർക്ക് തോൽവി എന്ന് പറയുന്നത് ഈ അന്തംഗമ്യ അടിമകൾക്ക് സഹിക്കൂല. അപ്പോൾ എല്ലാവിധ അടവുകളും എടുത്ത് പറ്റി നോക്കുക. ഇനി ഇത് മാത്രമാണോ? അല്ല. ഇപ്പം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പേരാമ്പ്രയിൽ, കുറ്റ്യാടിയിൽ, വടകരയിൽ, നാദാപുരത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരുടെ വീടുകൾ കേന്ദ്രീകരിച്ച്, വീടുകൾ നോക്കി വെച്ച്, വീടുകൾ ആക്രമിച്ച്, വീടുകൾക്ക് തീയിട്ട്, ആ വീട്ടിലുള്ള സ്വർണവും പണവും മൊബൈൽ ഫോണും വിലപിടിപ്പുള്ളതൊക്കെ അടിച്ചു മാറ്റി സ്വന്തമാക്കിയിട്ട് ഇരുന്ന് നക്കുക അടിമകൾ. മനസ്സിലായില്ലേ? അപ്പോൾ ആ ചെയ്തതിനൊക്കെ ഉള്ളത് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഒന്നും തിരിച്ചു കിട്ടാതെ പോയിട്ടില്ല. വിജയൻ എന്തൊക്കെ ഇറക്കിയോ എല്ലാം ഉടനടി വിജയന് തിരിച്ചു കിട്ടിയിട്ടുണ്ട്. എല്ലാം തിരിച്ചു കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇറക്കി കളിച്ചതിലൊക്കെ പണിപാളിയ വിജയന് ഈ അവസാന നിമിഷത്തിൽ ജീവിതത്തിൽ ഇനി പിണറായി വിജയൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 19 വയസ്സായി. ഇനിയിപ്പോൾ ഒരു 5 കൊല്ലം കൂടി കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഇങ്ങനെ വളഞ്ഞു പോയി. ഈ പറയുന്ന ഡൽഹിയിൽ പോയിട്ട് സതീശൻ പറഞ്ഞ 90 ഡിഗ്രി വളഞ്ഞിട്ടുള്ള ആ ഏർപ്പാടുണ്ടല്ലോ, ആ ഏർപ്പാട് നടത്തി വിജയൻ ഇപ്പം എന്തായി? വളഞ്ഞു പോയിട്ടുണ്ട്. ആ വിജയൻ ഇനി ഒരു 5 കൊല്ലം കൂടിയും കഴിഞ്ഞിട്ട് ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ എനിക്ക് മുഖ്യമന്ത്രിയാകാൻ നടക്കുമോ? അതിനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, തീർന്ന്. അപ്പോൾ വിജയൻ്റെ ജീവിതത്തിലെ ഏറ്റവും അസുലഭ നിമിഷങ്ങളാണ് അവസാനിക്കാൻ പോകുന്നത്. ആ ഘട്ടത്തിൽ കൊടുത്തതൊക്കെ ഓരോന്നായിട്ട് തിരിച്ചു കിട്ടുക. അപ്പോൾ ഷാഫിയെ വർഗീയവാദിയാക്കിയവർ, അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തിയവർ, ഫാത്തിമ ദഹ്ലിയക്കെതിരെ വർഗീയത ഉറഞ്ഞു തുള്ളിയവർ, ഇപ്പോൾ ആചാര്യനെ സൈബർ അറ്റാക്ക് നടത്തുന്നു എന്ന് പറഞ്ഞുള്ള കരച്ചില. എന്തൊരവസ്ഥയാ നോക്കൂ നിങ്ങൾ, എന്തൊരവസ്ഥയാ നോക്കൂ. കരഞ്ഞ് അങ്ങ് തേങ്ങി ഏങ്ങലടിച്ച് കരയുക. ആ കരച്ചിൽ ഇപ്പോഴും കാതുകളിൽ മുഴങ്ങുക. എന്താ പറയുന്നത്? മൗദൂദി ചാനൽ. ആരാണ് നേതൃത്വം കൊടുക്കുന്നത് സൈബർ അറ്റാക്കിന്? മൗദൂദി ചാനൽ. പിന്നെ ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ. പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഹിറാ സെൻറ്ററിൽ പോയി പെറ്റുകിടക്കുമ്പോൾ അവറ്റകൾ തീവ്രവാദികളായിരുന്നില്ല.
ജമാഅത്തിൻ്റെ നേതാക്കളും ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയപ്പോൾ അവരുടെ വോട്ട് വാങ്ങി നക്കിയപ്പോൾ അവർ തീവ്രവാദിയായിരുന്നില്ല. എന്നാൽ 2026 ആയപ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യൂല എന്ന് അവറ്റകൾ പറഞ്ഞതോടുകൂടി അവറ്റകളും തീവ്രവാദി. കാണുന്നവരെയൊക്കെ തീവ്രവാദികളാക്കുക. മുസ്ലിം നാമധാരികളായിട്ടുള്ള ഇവറ്റകൾക്ക് വോട്ട് ചെയ്യാത്ത ആരൊക്കെ ഉണ്ടോ അവരൊക്കെ തീവ്രവാദികളാ. എന്നാൽ മുസ്ലിം നാമധാരികൾ ഇവറ്റകൾക്ക് വോട്ട് ചെയ്താലോ അവരൊക്കെ പുണ്യാളന്മാരുവാ. അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ പോലെ തങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അവൻ തീവ്രവാദി. അങ്ങനെ എല്ലാവരെയും തീവ്രവാദി, മുസ്ലിം ലീഗുകാരനെ തീവ്രവാദിയാക്കുക, വെൽഫെയർ പാർട്ടിക്കാരനെ തീവ്രവാദിയാക്കുക, SDPIക്കാരൻ രാജ്യദ്രോഹി എന്നാണ് നിയമസഭയിൽ പിണറായി വിജയൻ പറഞ്ഞത്. ഇത്തവണ വോട്ട് കിട്ടിയപ്പോൾ ഓനെപ്പോലെ എല്ലാം തികഞ്ഞോൻ വേറെ ആരുമില്ല. അപ്പോൾ വോട്ട് ചെയ്തില്ലേ അവരൊക്കെ എല്ലാവരും തീവ്രവാദി. ഇവർക്കെതിരെ ആരൊക്കെ പ്രവർത്തിക്കുന്നോ, എതിർചേരിയിൽ ആരൊക്കെ നിൽക്കുന്നോ, ആരൊക്കെയാണ് മുസ്ലിം നാമധാരികൾ അവരൊക്കെ തീവ്രവാദികൾ. തിരിച്ചു കിട്ടുമ്പോൾ അടിമകള്, അന്തം കമ്മി അടിമകള്, ക്രിമിനലുകള്, ക്രിമി കീടങ്ങള് കരഞ്ഞ് മൂക്കൊലിപ്പിച്ച് കരയാ. തുടച്ചു കൊടുക്കാൻ വരെ ഒരാളില്ല. കാരണം എന്താ? ഭരണം തീർന്ന് ടിഷ്യൂ വാങ്ങാൻ പൈസ ഇല്ല എന്നാണ് പറയണത്. ഇപ്പം ഉണ്ടാക്കിയതൊന്നും അങ്ങനെ ചിലവാക്കാൻ പറ്റില്ല. ഇനി അടുത്ത 5 വർഷക്കാലം ഓടാനുള്ള പണമാണ്. അതുകൊണ്ട് ടിഷ്യൂ ഒന്നും വാങ്ങൂല, വേണമെങ്കിൽ ഷർട്ടിൻ്റെ തുമ്പുകൊണ്ട് തുടച്ചോന്നാണ് പറയണത് വിജയൻ. അപ്പോൾ അന്തം കമ്മി അടിമകൾ ഇങ്ങനെ മൂക്ക് ഇങ്ങനെ രണ്ടും ഇങ്ങനെ ഒലിപ്പിച്ച് അത് കുറേ വായിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുക. ആ കരച്ചിൽ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും എൻ്റെ കാതുകളിൽ മുഴങ്ങുകയാണ്.